നമസ്കാരം, വെൽക്കം ടു വിന്യസ് ആൻഡ് ടെക് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കാത്തിരുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. ALP, അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ALP നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ മാസം 20-ാം തീയതി, ജനുവരി 20-ാം തീയതി മുതൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ALP-യുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വിവരങ്ങൾ പുറത്തായിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിലെ ALP നോട്ടിഫിക്കേഷനോട് ബന്ധപ്പെട്ട ALP-യുടെ കോഡിഫിക്കേഷൻ എങ്ങനെയാണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രീവിയസ് കട്ട് ഓഫ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്യാം. നിങ്ങൾക്ക് അതുമായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വളരെ കൃത്യമായിട്ട് സിലബസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വന്നിട്ട് ITA, ഡിപ്ലോമ, ബിടെക് ഉദ്യോഗാർത്ഥികൾക്കാണ്. എല്ലാ ബിടെക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതിന് കുറച്ച് ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. വളരെ വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾ അത് കണ്ടു നോക്കിയ ഡീറ്റെയിൽസ് മനസ്സിലാവും. മെക്കാനിക്കൽ, അതുപോലെ ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഒക്കെ ഉള്ളവർക്ക് വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. ITA, ഡിപ്ലോമ, ബിടെക് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ ഉള്ളത്. RRB ALP നോട്ടിഫിക്കേഷൻ. വേക്കൻസി 5696 വേക്കൻസി ആണ് ആസ് പെർ നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ നോട്ടിഫിക്കേഷന്റെ ഒരു ഫിഗറിലോട്ട് പോകാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 001/2024 എന്നാണ് നോട്ടിഫിക്കേഷൻ നമ്പർ. CEE നമ്പർ 001/2024 ആണ് നോട്ടിഫിക്കേഷൻ നമ്പർ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് A1 സ്റ്റാൻഡേർഡ്സ് ആണ്. ദാറ്റ് മീൻസ് 6/6 പെർഫെക്റ്റ് വിഷൻ ഉള്ളവർക്ക് മാത്രമേ ALP ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വന്നൊരു മാറ്റം, കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ 18 മുതൽ 30 വരെയായി ഇപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷനകത്തുള്ള ഇയർ. അതായത് നമുക്ക് നേരത്തെ 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പൊ അത് 18 മുതൽ 30 വരെ ആക്കി മാറ്റിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷനകത്ത് വന്ന പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ഇതാണ്. അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് 20 ജാനുവരിയിലാണ്. 20 ജാനുവരിയിലാണ് നോട്ടിഫിക്കേഷൻ തുടങ്ങുന്നത്. 19 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. 19 ഫെബ്രുവരി അത് അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് 5696 വേക്കൻസീസ് ആണ് വരുന്നത്. കുറച്ച് ക്ലാരിറ്റി കുറവാണ്. ഒരു സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് ക്ലാരിറ്റി കുറവാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നാളത്തെ പത്രത്തിലൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കുറെ ചാനൽസ് എല്ലാം ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ ചാനൽസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ വളരെ വലിയ ചാനൽസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ ALP-യുടെ നോട്ടിഫിക്കേഷനോട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ PDF ഇതിന് അവൈലബിൾ ആയിട്ടില്ല, നമ്മുടെ സൈറ്റിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്ക്രീൻഷോട്ട് വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാവും. സോ അതിന്റെ പേയ്മെന്റും അല്ലെങ്കിൽ ലെവൽ 2 പോസ്റ്റ് എല്ലാം നമ്മുടെ സ്ഥിരമായിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻ പോലെ തന്നെയാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. സോ നാളെ അല്ലെങ്കിൽ മറ്റന്നാളുള്ള പത്രത്തിലേക്ക് ഇത് വന്നു തുടങ്ങും. 20-ാം തീയതിയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഓപ്പൺ ആവുന്നത്. ITA, ഡിപ്ലോമ, ബിടെക് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ മികച്ചൊരു അവസരമായിരിക്കും റെയിൽവേയിലെ ലോക്കോ പൈലറ്റ് തസ്തിക എന്ന് പറയുന്നത്. അപ്പം 5696 എന്ന് പറയുന്ന നമ്പറാണ് ഇപ്പം പ്രസന്റ്ലി കൊടുത്തിരിക്കുന്നത്. അത് കൂടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പലരും പറയപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് കാറ്റഗറി നമ്പർ 001/2024 ആണ് അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിന്യാസ് അക്കാഡമി, വിന്യാസും ടെക് ക്ലാസ്സസും നമുക്ക് ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ട് ALP-യുടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ALP-ആയിട്ട് ബന്ധപ്പെട്ട ഓൺലൈൻ ക്ലാസ്സുകൾക്കായി വിന്യാസ് EduPlus എന്ന് പറയുന്ന നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 31 ജനുവരി 31 വെനസ്ഡേ ആയിരിക്കും നമ്മുടെ ALP-യുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊല്ലം കടപ്പാക്കടയാണ് നമ്മുടെ സെന്റർ വരുന്നത്. ഓഫ്ലൈൻ സെന്ററിൽ നമ്മൾ ALP-യുടെ പുതിയ ബാച്ച് ജനുവരി 31 ബുധനാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ALP-യുടെ CBT1, CBT2 കംപ്ലീറ്റ് പോർഷൻസ് ക്ലാസ് കവർ ചെയ്യുന്ന ക്ലാസ് ആയിരിക്കും. അതിനകത്ത് വരുന്നത് നിങ്ങൾക്ക് ഒരു ട്രേഡ് എക്സാം, ട്രേഡിന്റെ ഒരു സംഭവം ചൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞതാണ്. ഡീറ്റെയിൽസ് ആ വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വേണ്ട ട്രേഡ് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യേണ്ടത്. സോ അങ്ങനെ ആകുമ്പോഴത്തേക്ക് മെക്കാനിക്കൽ വേണ്ടിയിട്ടുള്ള ഫിറ്റർ, അതുപോലെ തന്നെ ഡീസൽ മെക്ക് പോലുള്ള ട്രേഡിലാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇലക്ട്രിക്കലുകാർക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ട്രീഷ്യൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രേഡ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ഓഫ്ലൈൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോ അതുപോലെ തന്നെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുമായി പിന്നീട് കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.